ഹലോ. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? അതും കാടിൻ്റെയും മലയുടെയും പുഴയുടെയും ഒക്കെ ഭംഗി ആസ്വദിച്ചുള്ളൊരു യാത്ര. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. ആനക്കയവും പൂയംകുട്ടിയും കുട്ടമ്പുഴയൊക്കെ അടുത്തടുത്താണല്ലോ. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ സമയം കുറച്ച് വൈകി, ഒരു 10:30 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു 12 മണി 12:30 കഴിഞ്ഞിരുന്നു. പക്ഷേ വന്നപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളാണ് കണ്ടത് കേട്ടോ. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ആ കടത്ത് കടന്ന് ഈ ജീപ്പ് ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടമ്പുഴയിൽ നമ്മളിവിടെ ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ട് അവിടുന്ന് നമുക്ക് ജീപ്പ് സർവീസൊക്കെ ആയിട്ട് നമുക്ക് കാടിനുള്ളിലേക്ക് പോയിട്ട് വരാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ സമയം ലേറ്റായി. പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ യാത്ര ഞങ്ങൾ ഒഴിവാക്കി. അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ മാത്രമായിട്ട് വന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ പൂയംകുട്ടി ആ ഭാഗത്തേക്ക് വന്നു. പൂയംകുട്ടിയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ. കാരണം ചെറിയൊരു പാലം പോലെ ഉണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ പുഴ പോലെ ഒഴുകുന്നു. ആളുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ വന്ന് അവർ ഫ്രഷ് ആകുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പോണ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു. എന്നാലും ഞാൻ അതുപോലെ തന്നെ നിന്ന്. പക്ഷേ ഭയങ്കര രസമാണ് കാണാൻ. അതേപോലെ തന്നെ അവിടെ എന്താ പറയുക, നമുക്ക് ആ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി താഴെയൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കണ്ട്. ഒരുപാട് വെള്ളം എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ നല്ല രസമാണ് അവിടെ ആ ഒരു ഭാഗം. നമ്മളിങ്ങനെ ചെറിയ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒരു ചെറിയ കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ ബസ് വരുമെന്ന്. ആ ബസ് വന്ന സമയത്ത് ശരിക്കും ഞാൻ പേടിച്ചു. കാരണം അവിടെ ഒട്ടും സ്ഥലമില്ല, ഒരാൾക്ക് ജസ്റ്റ് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ഒതുങ്ങിയൊക്കെ നിന്നു. അപ്പോൾ ആ ബസ് പാസ് ചെയ്ത് പോയി. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഫോട്ടോസിലും ഒക്കെ കാണാറുണ്ട് ഇങ്ങനെ ആ പാലത്തിൽ കൂടെ ആ ബസ് പോണ ഒരു ഫോട്ടോ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഈ വ്യൂ ഭയങ്കരം, അത് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. താഴേക്ക് ഇങ്ങനെ ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ വെയിലുണ്ടായിരുന്നു, ചൂട്. കാരണം ഞങ്ങൾ വന്ന സമയം ഒരു 12:30 1 മണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് ഉണ്ടായിരുന്നു. പക്ഷേ താഴോട്ട് ഇറങ്ങി നമ്മൾ ആ ഭാഗത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പക്ഷെ നല്ല രസമാണ്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് പോയിട്ട് വരാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാടിൻ്റെ അവിടെയും ഉള്ളിലോട്ടൊക്കെ പോയിട്ട് വരാനും, അതുപോലെ നമ്മൾ ആ ആനക്കയത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു വള്ളത്തിൽ മറ്റേ മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ട് അവരൊരു ആനക്കയം ആ ഭാഗമൊക്കെ കാണിക്കണ ഒരു ഇതുണ്ട്. പക്ഷേ ആ സർവീസ് നമുക്ക് പോയിട്ട് വരാൻ കുറച്ച് നേരം എടുക്കുമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും താമസിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ അതിലും കയറിയില്ല. പക്ഷേ അവിടെ നിന്നിട്ടുള്ള വ്യൂവും ഭയങ്കര രസമാണ് കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ സർവീസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ നല്ലതായിരിക്കും കേട്ടോ. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ട്രാവൽ ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ സമയം ഉണ്ടാവും. അതുകൂടാണ്ട് തിരിച്ചു വരാനുള്ള ടൈമും ഏകദേശം ഓക്കെ ആയിരിക്കും. ഇതേ കണ്ടോ, ഈ വെള്ളം കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് ശരിക്കും അതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ അതിൽ തൊടും. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. അപ്പോൾ കുറേ ആളുകളുണ്ട് അവിടെ സൈഡിലൊക്കെ. കുറേ ആൾക്കാരിങ്ങനെ പ്രത്യേകിച്ച് അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇനി പോകാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണിത്. എനിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇറങ്ങാതെ പറ്റില്ല. ഒന്ന് കയ്യെങ്കിലും നനയ്ക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല തണുപ്പാണ് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ ആനക്കയത്തിൻ്റെ ഈ ചുറ്റും കാണുന്നത് ഈ ആനക്കയത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ.
അപ്പോൾ അവിടെയും അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് പോവുക. ഓക്കെ, താങ്ക്